ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വ്യക്തിപരമായ ആത്മീക ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ആത്മീക വളർച്ച പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഇരിക്കുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സഹായകമായ ഒരു ദൈവജന സന്ദേശമാണ് നമ്മൾ ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ശരിക്കും കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധം സുദൃഢമായി തീരണമെങ്കിൽ അത് ശരിയായ നിലയിൽ അത് വളർന്ന് അത് മുൻപോട്ട് പോകണമെങ്കിൽ അതിന് ആവശ്യമായ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ആ കാരണത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ അല്പസമയങ്ങൾ ആഴമായിട്ടൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അനുഗ്രഹീതമായ ആത്മീക ചിന്തകൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരുവചനത്തിലൂടെ നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. വളരെ മനോഹരമായ ഒരു വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ്: തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ച് ദൈവിക വളർച്ച കൈവരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. 1 ചൈതന്യം പ്രാപിക്കുക, 2 ഏകീഭവിക്കുക, 3-ാമത്തേത് ദൈവിക വളർച്ച പ്രാപിക്കുക. ചൈതന്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ അവസ്ഥയാണ്. ഇത് ശരിക്കും ഈ ഭാഗം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഈ വേദഭാഗം പ്രസംഗിച്ചിട്ടില്ല, ഞാൻ ഈ ഭാഗം ആരും പ്രസംഗിച്ചിട്ട് കേട്ടിട്ടുമില്ല. ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം ശുശ്രൂഷയ്ക്കായിട്ട് ആ വിവാഹം നടത്താൻ ദൈവം എനിക്ക് കൃപ തന്നു. അന്നേരമാണ് ഞാൻ ശരിക്കും ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ ആത്മീക വളർച്ച ശരിയായ നിലയിലാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ദൈവവചനം പഠിക്കണം, ദൈവവചനം നമ്മൾ മനസ്സിലാക്കണം. തലയായവനിൽ നിന്നാണ് ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിക്കുന്നു, ഏകീഭവിക്കുന്നു, വളരുന്നു. ശരിക്കും ഒരു ശരീരത്തിൻ്റെ വളർച്ചയോടുള്ള ബന്ധത്തിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. പല സമയത്തും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും മാർമികമായ വിഷയങ്ങളും സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ അവർക്ക് പരിചിതമായ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഈ ഐഹിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ മുന്തിരി, അത്തി വിതയ്ക്കുന്നവൻ്റെ ഉപമ, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തത് സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ്. ഇവിടെ ആത്മീക വളർച്ചയെ ഒരു ശരീരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ആത്മീക വളർച്ചയെ ശരീരത്തോട് ഉപമിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് സമാന്തരമായി പോകുന്ന മറ്റൊരു വേദഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പരിചയമുണ്ടായിരിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള ഭാഗങ്ങളിലാണ്. അവിടെ ഞാനൊരു മർമ്മം പറയാമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു. ക്രിസ്തു സഭയും തമ്മിലുള്ള ആ ഒരു ബന്ധം തലയും ശരീരവുമായിട്ട് പറഞ്ഞിട്ട് അതിനെ പിന്നെ ചേർത്ത് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ്. അത് നിങ്ങളത് മുഴുവനും ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് ശ്രമിക്കുകയാണ്. ഇത് വളരെ ആഴമായ ഗൗരവമായ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് നന്നായി മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഒരുപാട് കുടുംബജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുന്നത്, ലക്ഷക്കണക്കിന് രൂപ പൊടി പിടിച്ചതിന് ശേഷം ആഘോഷമായി നടത്തുന്ന എത്രയോ വിവാഹങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ തകർന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തിന് വിള്ളലുകൾ സംഭവിച്ച് പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഒത്തിരി പേരെ ഉപദേശിച്ചിട്ടുണ്ട്. ചിലർ ശരിയായിട്ടുണ്ട്, ചിലർ വേർപിരിഞ്ഞിട്ടുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ.
അപ്പൊ അതിനെല്ലാം വളരെ കൃത്യമായ കാരണങ്ങൾ ദൈവവചനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, പരസ്പരമുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇത് ശരിക്കും ക്രിസ്തുവും ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തോടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ശരീരത്തിന്റെ വളർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ശരീരം എങ്ങനെയാണ് വളരുന്നത്? തല, ശരീരം. തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ശരീരം എന്ന് പറയുന്നത് ശരീരമാകുന്ന സഭയാണ്. വ്യക്തിപരമായ നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. അപ്പം ഈ ബന്ധം ശരിയായ ഒരു ദിശയിൽ വളരണമെങ്കിൽ കൃത്യമായ ബ്ലഡ് സപ്ലൈ ഉണ്ടാകണം, കൃത്യമായ ബ്ലഡ് സർക്കുലേഷനുകളൊക്കെ ഉണ്ടാകണം, നമ്മുടെ എല്ലാ സിസ്റ്റവും കൃത്യമായി പ്രവർത്തിക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസൻ, അദ്ദേഹം ഇവിടുത്തെ തന്നെ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മറ്റൊരു സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ചില പൊസിഷനിൽ നടക്കുമ്പോൾ തല കറങ്ങുന്നു, ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു. ഏതാനും സെക്കൻഡുകൾ, മിനിറ്റുകൾ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ 1-2 ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഒരു ന്യൂറോയുടെ ഡോക്ടർ അദ്ദേഹത്തോട് MRI സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. കഴുത്തിൻ്റെയും തലയുടെയും MRI സ്കാൻ. അപ്പം അദ്ദേഹം പറഞ്ഞ സംശയം എന്ന് പറയുന്നത് ബ്രെയിനിൽ ചില പൊസിഷനിൽ ഇദ്ദേഹം മൂവ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ സപ്ലൈ ബ്രെയിനിൽ ചില ഭാഗത്തേക്ക് കിട്ടുന്നില്ല. അതിനൊരു തടസ്സം ഉണ്ടാകാം, അതുകൊണ്ടാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ബ്ലഡിൻ്റെ സപ്ലൈ, സർക്കുലേറ്ററി സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉടനടി നമ്മൾ രോഗികളായി മാറുകയാണ്. നടക്കാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറുന്നത് പോലെ നമ്മുടെ ആത്മീക വളർച്ച കൃത്യമായ ദിശയിൽ അല്ലെങ്കിൽ നമ്മുടെ വളർച്ച ഒരിക്കലും ശരിയാകില്ല. നമ്മൾ എത്ര ശരിയാക്കാൻ ശ്രമിച്ചാലും ശരിയാകില്ല. ഒത്തിരി പേര് അങ്ങനെ ഉള്ളവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സന്ദേശം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയോഗം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം, ഇന്ന് പുലർച്ചെ ഞാൻ ഈ വേദഭാഗം വായിച്ച് ധ്യാനിച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു വിദേശ രാജ്യത്തു നിന്ന്, കാനഡയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ബ്രദർ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ദൈവദാസനെ, എനിക്ക് ആത്മീകമായി വളരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല എന്നല്ല, ഉദ്ദേശിക്കുന്നത് പോലെ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ അനുഭവസ്ഥരാണല്ലോ, അനുഭവസ്ഥർക്ക് മാത്രമേ തുറന്നു പറച്ചിലിന് കഴിയത്തുള്ളല്ലോ. അപ്പൊ നമ്മൾ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതുകൊണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ജീവിതാനുഭവങ്ങളാണ് ഓരോ മെസ്സേജുകളിലും നിങ്ങളിലൂടെ പങ്കിടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നല്ല മനസ്സുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇന്നത്തെ ഈ ഒരു മെസ്സേജിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന് ആരോടൊക്കെയോ സംസാരിപ്പാനുണ്ട്. അപ്പം ശരീരം, ഞാൻ പറഞ്ഞ എഫേസ്യ ലേഖന, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാനിന്ന് വരികയാണ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുക. തലയായവനിൽ നിന്നാണ് ഞരമ്പുകളാലും സന്ധികളാലും ശരീരം മുഴുവൻ ചൈതന്യം പ്രാപിക്കുന്നത്. ഈ ചൈതന്യം പ്രാപിക്കുന്നത് എന്ന് പറയുന്നത് ബീയിങ് സപ്ലൈഡ് എന്നാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, എല്ലാ മൂലകങ്ങളും അല്ലെങ്കിൽ എല്ലാം തലയിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം ശരിക്കും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അകത്തുണ്ടാകേണ്ടുന്ന ഒരു ചൈതന്യമുണ്ട്. ഞാൻ കേവലം വെറും ശരീരത്തെക്കുറിച്ച് പറഞ്ഞ് പോകാൻ ഒരു കാര്യത്തിലല്ല ഇത്. ഇതൊരു ആത്മീക ശുശ്രൂഷ ആയതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരാനുള്ള കാര്യമൊന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ചൈതന്യം പ്രാപിക്കുന്ന ചിലർ പറഞ്ഞ ആത്മീക ജീവിതത്തിൽ ഒരു ചൈതന്യവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ പോകുന്നവർക്ക് ഇത് വിരസതയാണ്. പ്രാർത്ഥനയിൽ സന്തോഷമില്ലെങ്കിൽ പ്രാർത്ഥന വിരസതയാണ്. ദൈവവചനത്തിന്റെ ധ്യാനത്തിന്റെ അകത്ത് നമുക്കൊരു ജീവൻ പ്രാപിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് വിരസതയാണ്. ഈ വിരസമായ അനുഭവത്തിൽ പോകുന്നത് കൊണ്ടാണ് പലരും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാത്തത്. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകിൽ ഈ ഒരു എന്താ പറയുന്നത്, ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് കൃത്യമല്ല നമ്മുടെ ബന്ധം എന്നുള്ളതാണ്. എവിടെയെങ്കിലും ബന്ധത്തിന്റെ അകത്ത് വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇത് തലയിൽ തന്നെയാണോ, തലയെന്ന് പറയുന്നത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുള്ള വളർച്ചയാണോ നമ്മുടേതെന്ന് പരിശോധിക്കുക. ദൈവവചന കേൾവി, സത്യസന്ധമായി ദൈവവചനം പഠിപ്പിക്കുന്നവർ ആയിരിക്കുന്ന കൂട്ടായ്മകൾ, സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്ന ഇടങ്ങൾ, അങ്ങനെയുള്ള ഇടത്താണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി വളരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വളരുകയില്ല.
അപ്പം ഈ കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ലേഖനമാണ്. എഫേസ്യ ലേഖനം സഭയെക്കുറിച്ച് ഉള്ള വർണ്ണനകളാണ് അതിൽ. അപ്പം ഞാനീ പറഞ്ഞ വാക്യം മറ്റൊരർത്ഥത്തിലാണ്. ഇത് ശരിക്കും അന്നത്തെ കാലത്തെ ജ്ഞാനവാദം നോസ്റ്റിസിസവുമായി ബന്ധപ്പെട്ട് ദൂതാരാധന, അങ്ങനെ കുറേ ടീച്ചിങ്സുകൾ ഈ കൊലോസ്യ ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ നിലനിന്നിരുന്നു. ഈ പാഷാണ്ഡ ഉപദേശങ്ങൾക്ക് എതിരായിട്ട് എഴുതിയ പുസ്തകമാണ് കൊലോസ്യ ലേഖനം. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല, കാരണം ഇതൊരു ബൈബിൾ ക്ലാസ് അല്ലല്ലോ ഇത്. ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് ചൈതന്യം പ്രാപിക്കുക, രണ്ടാമത്തേത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമെന്ന് പറയുന്നത് ഏകീഭവിച്ചു എന്നുള്ളതാണ്. ഏകീഭവിച്ചു. എന്താണ് ഈ ഏകീഭാവം എന്ന് പറയുന്നത്? ഭവിച്ച് ദൈവിക വളർച്ച കൈവരിക്കുന്നു. ഞാനതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ഏകീഭാവം എന്ന് പറയുന്നത്? ഈ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഏകീഭാവം എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും ഇരുവരും ഒരു ശരീരമായി തീരും, ഒരു ദേഹമായി തീരും. അത് ക്രിസ്തുവിനെയും സഭയോടും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഏകീഭാവം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഏകീഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കുടുംബജീവിതങ്ങൾ തളരുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങൾ മുറിയപ്പെടുന്നത്. സത്യമല്ലേ? അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, രണ്ടുപേര് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആശയ സംഘട്ടനങ്ങളാണ്, ഒന്നിച്ചു ചേർന്ന് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പറ്റാതെ വരുമ്പോൾ അവരതിന് ശ്രമിക്കുന്നില്ല, അവർ വേർപിരിയുകയാണ്. ഇന്ന് കാണുന്ന കാഴ്ച അതാണോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ ബന്ധം ഇനി എനിക്ക് നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോകുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? ആ ഒരു യൂണിറ്റിയിലേക്ക് വരുന്നില്ല. സത്യത്തിൽ ഒരു ഏകീഭാവം ഉണ്ടാകണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഏകീഭാവം ഉണ്ടാകണം. എന്താ ഏകീഭാവം? എൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് പോകണം. കർത്താവിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒരേ തലത്തിലേക്ക് എത്തണം. നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്, വ്യഗ്രതയിലാണ്. അത് പറ്റത്തില്ലെന്ന് കാലങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തെ കൂടെ ഒക്കെ ദൈവത്തെ കൊണ്ട് ചെയ്തെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറണം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടമായി മാറണം. അങ്ങനെയാണ് ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ആ ഒരു ഏകീഭാവത്തിലേക്ക് എത്തുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരിക്കലും എത്തുന്നതല്ല. കുടുംബജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശരീരത്തിന്റെ തലയാണ് എന്നതുപോലെ ശരീരമാകുന്ന സഭയുടെ തലയാകുന്നു ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കടമകളെ കുറിച്ച് പറയുകയാണ്, കടപ്പാടുകളെ കുറിച്ച് പറയുന്നു. ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, ഇരുവരും ഒരു ദേഹമായി തീരുന്നു. ആ ഒരു ഏകീഭാവമാണ് അതിൻ്റെ അകത്ത്. ഞാൻ 10-16 വർഷമായിട്ട്, അതെ 12 വർഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കുറച്ച് ഏകീഭാവത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. ഞാൻ വിവാഹം കഴിച്ച ആരംഭ നാളുകളിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാനങ്ങ് പോയി, എൻ്റെ ഭാര്യയെ കയറ്റാതെ. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ എൻ്റെ ഭാര്യയെ ഞാൻ വണ്ടിയെ കയറ്റിയില്ലല്ലോ എന്ന്. ഞാൻ ഒന്നും മിണ്ടാതെ തിരിച്ച് വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും ഇറങ്ങിച്ചെന്നു. പലരും എന്നോട് ചോദിച്ചു, ദൈവദാസൻ എവിടെ പോയായിരുന്നു? എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭാര്യയെ മറന്നിട്ട് ഞാൻ പോയതാണ്. കാരണം അത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളാണ്. അപ്പം എനിക്കൊരു കൂട്ടാളി ഉണ്ടെന്നുള്ള കാര്യം ചില സമയത്തേക്ക് ഞാൻ മറന്നുപോയി. പക്ഷെ ഇപ്പൊ എനിക്കത് സംഭവിക്കത്തില്ല. കാരണം എന്താണ്? ഞാൻ ആ ഒരു ഏകീഭാവത്തിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. ഈ ഒരു ഏകീഭാവം ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അകത്ത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു ദൈവിക വളർച്ച നമുക്ക് കൈവരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവിടുന്ന് കാണിച്ചു തരുന്നതിനെ തിരിച്ചറിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്കെത്താനായിട്ട് പറ്റത്തുള്ളൂ. യിരെമ്യാവിനോട് യഹോവയാം ദൈവം ചോദിച്ചു, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? ഞാൻ ഒരു ജാഗ്രത ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. റൈറ്റ്, നീ കണ്ടത് ശരി തന്നെ. കണ്ടോ, നീ കണ്ടത് ശരി തന്നെ. എന്തിനാ നീ കണ്ടത് ശരിയാണെന്ന് പറയുന്നത്? ദൈവം കാണിച്ചതിനെ കൃത്യമായി കാണാനും തിരിച്ചറിയാനും അദ്ദേഹത്തിനെ പറ്റി. ദൈവം പറയുകയാണ്, ശരി, നീ കണ്ടത് ശരിയാണ്. അതെ, അപ്പൊ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക വളർച്ച
കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. തലയായവനിൽ നിന്നല്ലോ സന്ധികളാലും ഞരമ്പുകളാലും അതെ ശരീരം ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ച്. ശരിക്കും ഈ ഏകീഭാവം എന്ന് പറയുന്ന ക്രിസ്തുവിനോടുള്ള ഏകഭാവം എന്ന് പറയുന്നത്, കൊലോസ്യ ലേഖനത്തിൽ ഇതിന് തൊട്ടു പിൻപിലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അതെ മരിച്ചു അടക്കപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. ശരിക്കും ക്രിസ്തുവിന്റെ മരണത്തോടുള്ള ഏകീഭാവമാണ് സ്നാനം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കൊണ്ടത് തീരുന്നില്ല. സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കുകയാണ്. തൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം ബലി കഴിച്ചുകൊണ്ട് എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം, എന്നോട് ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ഓരോ ദിവസവും ദൈവത്തോട് ചോദിച്ചുകൊണ്ട്. അത് ചോദിക്കാറുണ്ടോ? അതോ ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് യാത്ര ചെയ്തു പോകുന്നത് എന്നുള്ള നിലയിലാണോ നമ്മൾ പോകുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഓരോ ദിവസവും ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാനായിട്ടുള്ളത്? ഞാൻ ദൈവമുമ്പാകെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് ആയിത്തീർന്നു. പുതുക്കപ്പെടുക എന്നുള്ളതാണ്, പുതുക്കപ്പെടുന്ന ജീവിതം. അതായത് ആത്മീക മനുഷ്യൻ പുതുക്കപ്പെട്ട് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ പാപ സ്വഭാവങ്ങളും കോപ സ്വഭാവങ്ങളും ജഡ സ്വഭാവങ്ങളും എല്ലാം കുഴിച്ചിടപ്പെട്ട് ഞാൻ എൻ്റെ വളർച്ചയിൽ ദൈവ ഇഷ്ടത്തെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അതാണ് ഏകീഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകീഭവിച്ച് ദൈവിക വളർച്ച കൈവരിക്കുന്നു. അങ്ങനെ ഏകീഭവിച്ചെങ്കിൽ മാത്രമേ ദൈവിക വളർച്ച നമുക്ക് കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ദൈവഹിതത്തെ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞ്, അതാണ് പറയുന്നത്, നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പം ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുവാൻ നാം രൂപാന്തരപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുക. ഇതിനോട് ചേർന്ന് തന്നെയാണ് കുടുംബജീവിതത്തെയും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ ഭാഗം ഒന്നുകൂടെ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് നോക്കിക്കേ, ഭാര്യാഭർത്തൃ ബന്ധം വിശുദ്ധമായ ഒരു ബന്ധമാണ്. ചിലർ ഈ കുടുംബജീവിതത്തെ അശുദ്ധമായിട്ടും പാപമായിട്ടും ഒക്കെ കണക്കാക്കുന്നവരുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ കുടുംബജീവിതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് യഹോവയാം ദൈവമാണ്. ഈ കുടുംബജീവിതത്തെ സ്ഥാപിച്ചവൻ ദൈവമായതുകൊണ്ട് ഇതൊരു വിശുദ്ധമാണ്. വിവാഹം എല്ലാവർക്കും നിർമ്മലമാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നുള്ളതാണല്ലോ. പോകട്ടെ. അപ്പൊ ഞാൻ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടിലും ഒരു വളർച്ച ഉണ്ടാകണം, ഇല്ലേ? കുടുംബജീവിതത്തിലും ഒരു വളർച്ച ഉണ്ടാകണം. ശരിക്കും കുടുംബജീവിതം വീഞ്ഞു പോലെയാകണം എന്നുള്ളതാണ്. അതായത് പഴകും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കണം. പലയിടത്തും പഴകും തോറും വീര്യം നഷ്ടപ്പെട്ട് എന്താ പറയുന്നത്, പിന്നെ പുളിച്ച തൈര് പോലെയുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു ദൈവഭക്തന്റെ കുടുംബവും കുടുംബജീവിതവും ഈ ഒരു ബന്ധത്തിലാണ് മുന്നോട്ട് പോകേണ്ടുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഏകീഭാവം എന്ന് പറയുമ്പോൾ വേർതിരിവ് പാടില്ലെന്നുള്ളതാണ്. ഈ പിശാച് എവിടെയായി കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം അവൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയ്ക്ക് പരസ്പരം സമ്മതമുള്ളപ്പോൾ അല്ലാതെ വേർപെട്ടിരിക്കരുത്. അപ്പൊ പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനാ സമയങ്ങളിലല്ലാതെ കുടുംബജീവിതത്തിൽ വേർതിരിഞ്ഞിരിക്കാൻ പോലും പാടില്ല. വേർതിരിഞ്ഞിരുന്നാൽ പോലും അവിടെ പിശാച് കയറുമെന്നാണ് ഇത്ര വ്യക്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു ബന്ധം പരസ്പരം ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ശരിക്കും നമ്മൾ കല്യാണം കഴിച്ചാലേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്കറിയാം നിങ്ങളിൽ നല്ല പങ്കും കുടുംബസ്ഥരാണ്, ഇല്ലേ? ഈ കുടുംബജീവിതത്തിൽ നമ്മൾ ഈ പരസ്പര ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഞാനിപ്പോഴും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്നാലും എനിക്കൊരു 95% എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, ഇഷ്ടമുള്ള നിറം ഏതാണ്, ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു 98% എനിക്കറിയാം. അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? എൻ്റെ ആ ഒരു യാത്രകളിൽ, ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ആത്മീക ജീവിതത്തിൻ്റെ യാത്രകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് എന്താണ് ഇഷ്ടം? ദൈവത്തിന് എന്തല്ല ഇഷ്ടം? അതെ, ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഇഷ്ടം? ഞാൻ എങ്ങനെയായിരിക്കുന്നതാണ് ഇഷ്ടം? ഞാൻ ഏത് വഴി പോകുന്നതാണ് ഇഷ്ടം? ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ആത്മീക പക്വത പ്രാപിച്ച ഒരാളാണെങ്കിൽ നമുക്ക് ആ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് പറ്റും.
ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നിടത്താണ് ഫാമിലി ബ്രോക്കൺനെസ് ഉണ്ടാകുന്നത്, ഇല്ലേ? കുടുംബങ്ങൾ വേർപിരിയുന്നത് അല്ലെങ്കിൽ തകരുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, 64 65 വയസ്സുള്ള ഒരു അപ്പച്ചൻ അമ്മച്ചിയുമായിട്ട് ഡിവോഴ്സ് ആകാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് കേട്ടു. ഒന്ന് ഓർത്ത് നോക്കി. 10 30 40 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു ഗതികെട്ടൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ആ ഒരു ബന്ധം പരസ്പരം മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോയി എന്താ പറയുന്നത്, അതൊരു സുദൃഢമായ ഒരു ബന്ധമായി തീരുന്നത് പോലെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢമാകുന്നത് തലയായ ക്രിസ്തു ശരീരമായി നമ്മൾ ഉണ്ടാകണം. നമ്മൾ തലയാകാനായിട്ട് പോകരുത് എന്നുള്ളതാണ്. പല സമയത്ത് നമ്മളങ്ങ് തലയാകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ട് അവിടുന്ന് പറയുന്നത് അനുസരിക്കാൻ തയ്യാറായി, അംഗീകരിക്കാൻ തയ്യാറായി, നമ്മൾ കീഴ്പ്പെട്ട് അവിടുത്തെ സമ്പൂർണമായ സമർപ്പണത്തിൽ അവിടത്തേക്ക് നമ്മൾ വിധേയപ്പെട്ടിരുന്നാൽ നമ്മുടെ വളർച്ച ശരിയാകും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ നമുക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരാത്മീക വളർച്ച കൈവരിപ്പാൻ സ്വർഗസ്ഥലെ ദൈവം ഇടയാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സഹായകമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. ദൈവേഷ്ടം നമ്മൾ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക. ആമേൻ. ആ വളർച്ച ശരിയായ പാതയിലായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.